ജോർജിയയുടെ തിബിലിസിയിലെ ഫ്രീഡം സ്ക്വയർ എന്നൊരു പട്ടണത്തിലാണ്. ലൈബ്രറി ലിബർട്ടി സ്ക്വയറാണ് ഇപ്പോൾ നമ്മൾ മെട്രോ ഇറങ്ങിയത്. ഫ്രീഡം സ്ക്വയർ എന്നാണ് ഇതിന് പറയുക. അവിടെ ഫ്രീഡം പരേഡ് പ്ലേസ് ഒക്കെ ഉണ്ട്. പോകാം ഒരു മാളിലേക്ക്. നമ്മൾ ദുബായിലെ ഷെയ്ഖ് ഉണ്ടാക്കിയ ഒരു മാള് കാണാനാണ് ഇനി പോണത്. അപ്പോൾ റോഡ് സൈഡിൽ ഒരുപാട് പുസ്തകങ്ങൾ വെച്ച് ഒരു വയസ്സായ ഒരാൾ പുസ്തകം വിൽക്കുന്നത്. ഇവിടെ പഴയ തലമുറ ഒരുപാട് പുസ്തകം വായിച്ചിരുന്നു അത്രേ. ഇപ്പോഴുള്ള ആൾക്കാർ അത്ര വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ പ്രൈസിൽ ഇത്തരം വായിച്ച പുസ്തകങ്ങൾ കിട്ടും. അതൊരു നല്ല കാര്യം. പുസ്തകം പഴയതായാലും പുതിയതായാലും എന്താ വായിച്ചാൽ പോരെ. പലയിടത്തും ഇതുപോലത്തെ കടകൾ ഉണ്ടാകും. മീൻസ് ഇങ്ങനെ ഫുട്പാത്തിലുണ്ടാവും എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കളക്ഷനോ അയാൾ വായിച്ചതോ ആയിരിക്കാം. വയസ്സുംപ്രായം എത്ര പ്രായമായി കണ്ടില്ല, ഇപ്പോഴും അധ്വാനിക്കണത്. നടക്കാൻ പോലും വേണ്ടത്ര വയ്യ. എന്നിട്ടും അയാൾ ബുക്ക് വിറ്റ് ജീവിക്കുകയാണ്. അതാണ് തിബിലിസ്, അതാണ് ജോർജിയ. എവിടെ നോക്കിയാലും പ്രായം ചെന്ന ആളുകൾ വളരെ ആവേശത്തോടെ എനർജറ്റിക്കായി നടക്കുന്നത് കാണാം. ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കും. ഇവിടുത്തെ ലൈഫ്, പ്രായം ചെന്ന ലൈഫ്. ഇത് കണ്ടോ, ഇപ്പോൾ ഒരാളിങ്ങനെയാണ്. ഇതൊക്കെ നല്ല പ്രായമുള്ളവരാണ് ഇപ്പോൾ ഈ നടന്നു വരുന്നതൊക്കെ. ആരും വീട്ടിനകത്ത് ഇരിക്കുകയല്ല, ഒക്കെ റോട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരോഗ്യം. പിന്നെ ഇവിടുത്തെ ഭക്ഷണ രീതിയൊക്കെ ആയിരിക്കാം. ഏതായാലും ഭക്ഷണ രീതിയൊക്കെ നമുക്ക് പഠിക്കണം. ഇതെന്തുമരാണാവോ ഇത്? ഇതൊരു തരം പഴമാണ്. അന്വേഷിക്കണം. പഴമയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഏത് കെട്ടിടം നോക്കിയാലും അത് അങ്ങനെ തന്നെ 100, 200, 500 വർഷം പഴക്കമുള്ള നിലനിർത്തിയിട്ടുണ്ട്. ഇതൊന്നും പൊളിച്ച് മോഡിഫൈ ചെയ്തിട്ടില്ല. ഇതാണ് ഇവിടുത്തെ സൗന്ദര്യം. ഏതൊരു രാജ്യത്ത് പോയാലും ഇത് എല്ലാവരും ആസ്വദിക്കുന്നത് ആ പഴയ കാലത്തെ കെട്ടിടങ്ങളും അവിടുത്തെ ഓരോ രീതികളും. അത് പൊളിച്ചു മാറ്റരുത്. എന്തൊരു ഭംഗി! ഓ, അപ്പോൾ ജോർജിയയുടെ പാർലമെന്റ് മന്ദിരമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതും ആ പഴയ പൊട്ടിപ്പൊളിഞ്ഞ പോലത്തെ ഒരു ലുക്ക് അല്ലേ. അതിനോടാണ് അവരുടെ താല്പര്യം. ഇവിടെ ഇങ്ങോട്ട് വരാം. കൊള്ളാം. ഇവിടെ രാത്രിയിൽ ചിലപ്പോൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഡാൻസ് വരും അല്ലേ. ലൈറ്റിങ്ങും ഷോയൊക്കെ ഉണ്ടാവും. ആ, കൊള്ളാം. ഇവിടെ ഈ പാർലമെന്റിൽ എന്തെങ്കിലും ഷോയോ പരേഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലതും ഉണ്ടാവില്ലേ. അതുപോലെ ഫ്രീഡം സ്ക്വയറിലേക്ക് പരേഡൊക്കെ നടക്കുക. ഏതവരുടെ സ്വാതന്ത്ര്യ ദിനം എന്താണ്? അത് നല്ല ഭംഗിയുണ്ടല്ലോ. അതെന്താ ഒരു ഈഗിളൊക്കെ നിൽക്കുന്നത്? ഹോട്ടല്. എന്താ ഒരു കപ്പൽ പോലെ പേടിപ്പിക്കുന്ന സാധനം അല്ലേ. എന്താ ഭംഗി! ഒരു ചെടിയുടെ ഒരു ഇലയുടെ ഭംഗിയാണ് ഇപ്പൊ ഇത്. എന്തോ ഒരു രസം. നോക്കാണ് നിങ്ങൾ ഈ ഇലയുടെ ഒരു ഭംഗി ഉണ്ടാ. വാ, എന്തോ ഒരു വിത്ത്. വയറ്റിലുണ്ടായ മൂച്ചി. ഇതുണ്ടാ, ഇത് മഷ്റൂം ഇങ്ങനെ ഒട്ടിച്ചുണ്ടാക്കിയതാണ്. ഈ ഒരു മരത്തിന്റെ പുറത്ത് ഈ ഒരു ഇല വെച്ച് ഒട്ടിണ്ടാക്കി അതൊരു അപൂർവ മരമായി അതിലിതേ ഒരുപാട് കായ്കൾ കായ്ച്ചിക്കണം. അതന്നെ കായ്കൾ കായ്ച്ചിക്കണം. സൂപ്പർ. ഇവിടുത്തെ 2 നേതാക്കന്മാർ നിൽക്കുന്നുണ്ട്. ഇത് ആരാണെന്ന് നോക്കട്ടെ. ട്രാമല്ലേ? അല്ലല്ല, ഡബിൾ ബസ് അല്ലേ. അത് എവിടുക്കപ്പോൾ അങ്ങോട്ടാണ് പോണത്. 2 ബസ് ഒട്ടിച്ചേർത്തത്. ഓക്കെ. ക്രിസ്മസ് ട്രീ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു മരം വേറൊരു ഷേപ്പാണ്. എന്ത് മനോഹരമാണ്! ഇതിലിങ്ങനെ മഞ്ഞിങ്ങനെ ഒട്ടി ഇങ്ങനെ കിടക്കുന്ന ഒരു രംഗമുണ്ട്. ഇവിടെ തണുപ്പുണ്ടാകുമ്പോൾ ഇവിടെയൊക്കെ ഐസായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ തൂങ്ങിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന മരം പോലെ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെ നിവർന്നിരിക്കുകയാണ്. കാരണം എന്താ? ഐസില്ല. ഇന്ന് ഐസില്ല. ഈ കാലാവസ്ഥയാണിത്. ഒരുപാട് പഴയ എല്ലാത്തിനും വർഷം 200, 300 കൊല്ലത്തെ പഴക്കമുണ്ട് ഓരോന്നിനും. ചിലതിൻ്റെയൊക്കെ വർഷം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ഓൾമോസ്റ്റ് കെട്ടിടവും ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒരു പഴയ കെട്ടിടങ്ങൾ, അത് പൊളിച്ചു മാറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു സ്ട്രീറ്റ് കേരളത്തിലുണ്ടോ? പഴയ കെട്ടിടങ്ങൾ നിലനിർത്തിയ എവിടെ? ഓഫ് ജോർജിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എത്തി. അല്ല, മലമുകളിൽ ഓള് ജോർജിയയുടെ ഫൗണ്ടർ അല്ലേ. ഓൾഡ് ടൗണിൻ്റെ ഉള്ളിലാണ്ട് പോയിട്ട് ഇരിക്കുക. ഈ മരത്തിൻ്റെ ഉള്ളിലൊക്കെ മരങ്ങളാണ് ഇവിടുത്തെ കല. മരം മുറിക്കാനൊന്നും പാടില്ല. മനുഷ്യനേക്കാളും വില ഇവിടെ മരത്തിനുണ്ടാവും. കാരണം മരങ്ങൾ ഇവിടെ മനുഷ്യന്മാരെ എണ്ണം കുറവാണേ. അപ്പോൾ അതിനേക്കാളും മരം വേണ്ടേ. ഇതുണ്ടാവും. അപ്പോൾ ഇത് എപ്പോഴാവുക? അടുത്ത മാസമോ? 1 മാസം കൊണ്ടാവൂടാ? ശബാഷ്. അപ്പോൾ അടുത്ത മാസം നമുക്ക് തിന്നാം. ഒലീവ് കണ്ടില്ല എന്ന് പറയണ്ട. ഒലീവാണ് ഈ കാണുന്നത്. ഒലീവ് കുരു ആയി വരുന്നുള്ളൂ. അപ്പോൾ ജോർജിയയുടെ പട്ടണത്തിലൂടെ നടക്കുകയാണ്.
അപ്പോൾ ഞാൻ ഹൃദയഭാഗത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിലൂടെ നടന്നപ്പോൾ ഒരു കാട്ടുകെത്തി. കാടെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര കാടാണ്. എന്ത് മനോഹര കാട്, വലിയ വലിയ മരങ്ങളും. ഇവിടെ മരം മുറിക്കാൻ പാടില്ല, മരം മുറിച്ചാൽ അറസ്റ്റ്, ജയിലാണ്, പോലെയാണ്. മരത്തിനെ കൊല്ലണം, ആളെ കൊല്ലണം സമമാണ്. അതിലിങ്ങനെ കിടന്നപ്പെട്ടില്ല ഒരു സംഭവം. അവിടെ കൊതുകില്ല, കാക്കല്ല, ഒരുപാട് പക്ഷികളില്ല, എണ്ണപ്പെട്ട പക്ഷികളെ ഇവിടെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ കിടക്കാം. പക്ഷി ഇങ്ങനെ അപ്പിയിടൂല, മേലൊന്നും കാണുന്നില്ല, വെളുത്ത പാടൊന്നും കാണുന്നില്ലല്ലോ. എന്നെ കാരണം അറിയില്ല. പിന്നെ നായ്ക്കളാണ് ഉള്ളത്, അത് നമുക്കോട്ട് പറ്റണമില്ല. എന്താ രസം, വിശാലമായ കാട്. ആ മരമൊക്കെ എത്ര നൂറ്റാണ്ടുകൾ പഴക്കം, മരത്തിനൂടെ അത്ര പഴക്കം കേട്ടോ.